മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങി. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. அழகா போஸ்ட் கொடுக்குறாங்க. பையனுக்கு அனுப்புங்கடி. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ആന ഇപ്പോഴും ഗതാഗതം തടസ്സപ്പെടുത്തി അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ അതോ കാട്ടിലേക്ക് തിരികെ പോയോ? ഈ കാഴ്ചയിൽ ഉഗ്രരൂപിയായ ഒരു കാട്ടാനയാണത്. ഈ വിരിക്കൊമ്പൻ എന്ന് പറയുന്ന നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വിരിക്കൊമ്പൻ അവിടെ? മോത്തി, ഇത് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് പകർത്തിയ ദൃശ്യങ്ങളാണ്. സ്ഥിരം ആ മേഖലയിലുള്ള ഒരു കാട്ടാനയാണ്. നമുക്കറിയാം, ഉദുമൽപേട്ട, ചിന്നാർ, അതോടൊപ്പം തന്നെ മറയൂർ, അതിലൂടെ കടന്നു പോകുന്ന, വനത്തിനകത്തുകൂടി കടന്നു പോകുന്ന ഒരു പാതയാണ്. ആ പാതയിൽ കുറേ നാളുകളായിട്ട് ഈ വിരിക്കൊമ്പൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 2 ആഴ്ച മുമ്പാണ് ബിമൽ എന്ന് പറയുന്ന ആദിവാസിയെ ചവിട്ടിക്കൊന്നത്. അത് ഈ കാട്ടാനയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയാണ് ഈ ആന ഈ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിയത്. അതിനു മുമ്പും പല സമയങ്ങളിലും റോഡരികിൽ തന്നെയുള്ള ഒരു ആനയാണ്. അപ്പോൾ ഇന്നലെ 6 മണിക്ക് ഈ ആന എത്തിയ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, ഏത് സമയത്തും അക്രമവാസന പ്രകടിപ്പിക്കുന്ന ഒരു കൊമ്പനാണ്. ഇതിനു മുമ്പ് പലരെയും കൊലപ്പെടുത്തിയ ഒരു ആനയാണ്. പ്രത്യേകിച്ച് ഈ പാതയിൽ തന്നെ വിനോദസഞ്ചാരികളടക്കം ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 കൊമ്പുകൾ 2 വശത്തേക്ക് വിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ആനയെ വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്നത്. എന്തായാലും ഇന്നലെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. വളരെ ശാന്തനായി തന്നെയാണ് പോയത്. പക്ഷേ ഏത് സമയത്തും അക്രമാസക്തനാകാൻ സാധ്യതയുള്ള ഒരു കൊമ്പനാണ്. ശരി ജെയിൻ, ആ പ്രദേശത്തെ 2 ആനകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ 2 വിൻഡോകളിലായി പ്രേക്ഷകർ കാണുന്നത് ആ 2 ആനകളാണ്, വിരിക്കൊമ്പനും ഒപ്പം മറ്റൊരാനയും.